ഹായ് ഫ്രണ്ട്സ്, ഇനി നമുക്ക് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അതിനുവേണ്ടി ആദ്യം സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഒരുമിച്ചെടുത്ത് വയ്ക്കുക. പിന്നീടൊരു പ്രഷർ കുക്കർ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് ചൂടായി വരുമ്പം സവോള ഇട്ട് വരട്ടി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് ഇളക്കുക. നമ്മൾ ചേർത്ത സാധനങ്ങളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികളിടാം. എരിവിനനുസരിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയാണ് നമ്മൾ ഇടുന്നത്. മസാലയ്ക്ക് മുന്നേ നമ്മൾ കുറച്ച് തക്കാളി ചെറുതായി എരിഞ്ഞ് ചേർക്കുന്നുണ്ട്. തക്കാളിയുടെ തൊലിയെല്ലാം മാറി വെന്ത് വരുന്നതുവരെ നമുക്ക് ഇളക്കാം. പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. കാരണം നമ്മൾ ഇപ്പം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പം അതുവരെ ആദ്യം ഒന്ന് പൊടി ചൂടാക്കിയിട്ടാണ് നമ്മൾ വെള്ളം ചേർക്കുന്നത്. അപ്പം അതുവരെ തീ കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇറച്ചി ചേർക്കാം. ഇറച്ചി ചേർത്ത് പൊടി നന്നായിട്ട് അതിൽ പിടിച്ച് കഴിയുമ്പോൾ ഇറച്ചിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറച്ചി ചേർത്ത് നല്ലപോലെ ഇളക്കി കുറച്ച് കരിവേപ്പിലയും കുറച്ച് മല്ലിയിലയും നമുക്ക് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഇളക്കാം. കുറച്ച് വെള്ളം ഈ സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്, ആവശ്യത്തിന് വെള്ളം. അത് കഴിഞ്ഞ് അടച്ചു വെച്ച് നല്ലപോലെ വേവിക്കുക. ഞാനിവിടെ 20 മിനിറ്റാണ് വേവിക്കുന്നത്. ഇറച്ചിയുടെ പാകം അനുസരിച്ച് നമുക്ക് വേവിക്കാം. അടുത്തായി നമുക്ക് വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ചൂടാക്കാം. ഈ പാത്രത്തിലാണ് നമ്മൾ ഇറച്ചിയും ചോറും ഒരുമിച്ചിട്ട് വേവിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം. നെയ്യ് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് സവോള ഇട്ട് വേവിച്ച് ബാക്കി സ്പൈസസും കൂടെ ആഡ് ചെയ്യാം. ഞാനിവിടെ ബേ ലീവ്സ് എടുക്കുന്നുണ്ട്. ചോറിന് കുറച്ച് ഫ്ലേവർ കിട്ടാൻ ബേ ലീവ്സ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നമുക്ക് അത് ആഡ് ചെയ്ത് സവോള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്ക് അരി ചേർക്കാം. അരി ചേർത്ത് അരി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇറച്ചിയുടെ ചാറ് അതിലേക്ക് ചേർക്കാം. ഈ വെള്ളത്തിലാണ് നമ്മൾ ചോറ് വേവിക്കുന്നത്. അതുകൊണ്ട് ഇറച്ചിയുടെ ചാറ് വേവിക്കാൻ പാകത്തിനുള്ള വെള്ളമില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ചൂടുവെള്ളം ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് കുറച്ച് നാരങ്ങാനീരും കൂടെ, അരി ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് നാരങ്ങാനീരും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇളക്കി വേവിക്കാൻ വയ്ക്കാം. ഇതിനിടയിൽ നമുക്ക് ചോറിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ചോറ് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ചേർക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആയതുകൊണ്ട് നമുക്ക് ചോറിൻ്റെ വേവ് ആയി കഴിയുമ്പം നമ്മൾ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇറച്ചി ഒരുപാടങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി മേളിൽ നമുക്ക് ആവശ്യത്തിന് മല്ലിയിലയും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിച്ച് കഴിയുമ്പോൾ ആ മല്ലിയിലയുടെ ഫ്ലേവറും കൂടെ നമുക്ക് കിട്ടും. അടുത്തായി ഇറച്ചിച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു ചെറിയ സാലഡ് ഉണ്ടാക്കുന്നുണ്ട്. ചെറുതായി എരിഞ്ഞ സവോള, കുറച്ച് ഉപ്പ് ചേർത്ത് നല്ലപോലെ തിരുമ്മി അതിൻ്റെ അകത്ത് പച്ചമുളക് ചെറുതായി എരിഞ്ഞത്, വിനാഗിരിയും ചേർത്ത് നല്ലപോലെ ഇളക്കുക. സവോള ഉപ്പിട്ട് തിരുമ്പുമ്പം നമുക്ക് ഒരു ചെറിയ ചാറ് പോലെ കിട്ടും. അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കൈകൊണ്ട് തന്നെ ഇളക്കുമ്പം അതിൻ്റെ ഒരു നീരും ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് അതിനൊരു ഫ്ലേവർ കിട്ടുന്നത്. അപ്പം വിനാഗിരിയും ചേർത്ത് നമുക്ക് ഇറച്ചിച്ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. ഇവിടെ ഞാൻ ഇറച്ചിച്ചോറിൻ്റെ കൂടെ നാരങ്ങാച്ചാർ ചേർക്കുന്നുണ്ട്. കൂടെ കഴിക്കാൻ ഒരു സൈഡ് ഡിഷായിട്ട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് ഇഷ്ടമുള്ളവർക്ക് ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്.